സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. സാർ, തിരുപ്പതി ക്ഷേത്രത്തിലെ ഈ 60 കോടി രൂപയുടെ പഴയ നെയ്യ് പിടിച്ചതായിട്ട് ED റെയ്ഡ് നടത്തിയതായിട്ടൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. ആ അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട്. 2022 നടന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഈ റെയ്ഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ചില അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സാർ, എന്താണ് സാർ അതിനെ സംബന്ധിക്കുന്ന വാർത്തകൾ ആ തിരുപ്പതി ക്ഷേത്രത്തിലെ? ഈ അമ്പലക്കള്ളന്മാരെ നമ്മൾ പറയത്തില്ലേ, യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ അവിടുന്ന് സാധനങ്ങൾ മോഷ്ടിക്കുക, അല്ലെങ്കിൽ ഭഗവാന് വരുന്ന നേദ്യങ്ങൾ അടിച്ചുകൊണ്ട് പോവുക, നേദ്യ പ്രസാദങ്ങൾ കൊണ്ടുപോവുക, അതിന്റെ പേര് തട്ടിപ്പ് നടത്തുക. ഇവരെല്ലാം അവിടുത്തെ ജീവനക്കാരുമാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ജീവനക്കാരായിട്ടുള്ള ആളുകളാണ്. നമ്മൾ ഭക്തന്മാര് വലിയ വിശ്വാസത്തോടു കൂടി വളരെ കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ജീവനക്കാരായിട്ട് അവിടെ നിന്ന് ഉള്ള വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. അവരാണ് ഭഗവാന്റെ സ്വത്തുക്കളും അല്ലെങ്കിൽ അവിടുത്തെ പ്രസാദത്തിൽ വേണ്ട ശുദ്ധി പാലിക്കേണ്ട കാര്യങ്ങളിലൊക്കെ അശുദ്ധി വരുത്തിയ ശേഷം അതിൽ നിന്ന് കൈക്കൂലി സമ്പാദിക്കുന്നത്. കൈക്കൂലിയായിട്ട് നിസ്സാര തുകകളല്ല, കോടിക്കണക്കിന് രൂപയാണ്. തിരുപ്പതി തിരുമല ക്ഷേത്രത്തിനെ കുറിച്ചാണല്ലോ ഈ പ്രദർശനോട് ചോദിച്ചത്. അതറിയാം, ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. സൗത്ത് ഇന്ത്യയിലെ, ആന്ധ്രാപ്രദേശിലെ എന്നല്ല, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം എന്ന് പറയുന്നത്. അത് ഈ പറയുന്നത് പോലെ 22 കിലോമീറ്റർ നമ്മുടെ മല മുകളിൽ കയറി ചെല്ലുമ്പോഴാണ് ക്ഷേത്രത്തിന്റെ അവിടെ എത്തുന്നത്. അവിടുത്തെ ഒരു ദിവസം ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് അവിടെ വന്നു പോകുന്നത്. പക്ഷേ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് അവിടെ ദർശനത്തിന് ചില സാവകാശം ഉണ്ടെന്ന് താമസം വേണ്ടി വരുമെന്നുള്ളതല്ലാതെ മറ്റു യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. അവിടെ വരുന്ന പ്രത്യേക സെഗ്മെന്റിൽ നമുക്ക് ഓരോരോ മുറികളിലായിട്ട് ഇരുന്ന് കൃത്യമായിട്ട് വിശ്രമിച്ച് ഭഗവാനെ തൊഴുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ ഭക്ഷണവും ഉണ്ട്. അവിടെ 3 നേരവും 4 നേരവും ഭക്ഷണം കിട്ടും. സൗജന്യ ഭക്ഷണവും കിട്ടുന്ന ക്ഷേത്രമാണ്. അപ്പൊ അങ്ങനെ വലിയ വരുമാനമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പതി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് അവിടുത്തെ ഏറ്റവും വലിയ പ്രസിദ്ധമായ വഴിപാടാണ് ഈ പറയുന്ന ലഡ്ഡു, തിരുപ്പതി ലഡ്ഡു. അവിടെ പോകുന്നവരെല്ലാവരും അത് വാങ്ങിക്കും. നമ്മുടെ ശബരിമലയിലെ അപ്പം അരവണ എന്ന് പറഞ്ഞതുപോലെ തന്നെ തിരുപ്പതിയിലെ ലഡ്ഡു അത് പല സൈസിലുണ്ട്. ചെറിയ സൈസ് ഉണ്ട്, വലിയ സൈസ്, മീഡിയം സൈസ് ഉണ്ട്, പിന്നെ വലിയ സൈസ്. ഇത് കിട്ടുന്നതിന് വേണ്ടി തന്നെ വലിയ ക്യൂ ആണ്. ഈ ലഡ്ഡു വാങ്ങിക്കുന്നതിന് ഞാനൊരിക്കലും ഏതാണ്ട് 1-2 മണിക്കൂറോളം ക്യൂ നിന്നു അവിടുന്ന് ലഡ്ഡു വാങ്ങിക്കുന്നതിന്. അത്ര വലിയ തിരക്കാണ് ആ ക്ഷേത്രത്തിൽ എന്ന് പറയുന്നത്. ദർശനത്തിനും അതുപോലെ തന്നെയാണ്. ഇപ്പൊ സ്പെഷ്യൽ ക്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അത്തരം ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ക്ഷേത്രത്തില് ഈ ലഡ്ഡു ഉണ്ടാക്കുന്ന നെയ്യ്, ഈ നെയ്ക്കകത്താണ് അവന്മാർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അത് വളരെ രുചികരമാണ് കേട്ടോ. അവിടുത്തെ വെച്ചാൽ നമ്മളതൊരു ചെറിയ കഷ്ണം ഒരു ചെറിയ പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് ഒരു ക്ഷീണവും മാറും. നല്ല രുചികരമായ ലഡ്ഡുവാണ് അവിടുത്തെ. അപ്പൊ ഇതിനകത്തില് ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർക്കുന്ന ഒരു ഘടകം നെയ്യായിരുന്നു. ഈ നെയ്ക്കകത്തില് വ്യാജ പരിപാടികൾ നടത്തുക, അതായത് മൃഗക്കൊഴുപ്പ് ചേർത്തിരിക്കുന്നു. അതാണ് അന്ന് വലിയ ആരോപണം വന്നത്. ഇതിനകത്തിൽ മൃഗക്കൊഴുപ്പ് ചേർത്തതിനെ തുടർന്ന് ഇതിന്റെ രുചി കൂട്ടാനാണോ കൂടിയതായിരിക്കാം, എന്തോ അങ്ങനെയുള്ള ആരോപണമാണെന്ന് ഉണ്ടായി, മൃഗക്കൊഴുപ്പ് ചേർന്നിരിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ വാങ്ങിയ അളവിനെക്കാട്ടിൽ കൂടുതൽ തുക എഴുതിയെടുക്കുക, അങ്ങനെയൊക്കെയുള്ള വ്യാപകമായ തട്ടിപ്പാണ്. അപ്പൊ ഈ തിരുപ്പതിയിലേക്കുള്ള നെയ്യുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വലിയ ഡിമാൻഡാണ്. ഒരു ദിവസം ലക്ഷക്കണക്കിന് ടണ്ണാണ് ടൺ കണക്കിനുള്ള അരവണയിലാണ് നിറച്ചു പോകുന്നത്. ഇതിലെ നിറച്ചു പോകുന്നതാണ് അതെല്ലാം. അപ്പൊ അതിന് ധാരാളം നെയ്യ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു ഫ്രീക്വന്റ് സപ്ലൈ 365 ദിവസവും നല്ലപോലെ സപ്ലൈ നടക്കണം. എന്നെങ്കിൽ മാത്രമേ അവിടുത്തെ ഈ പറയുന്ന പ്രസാദം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതിലാണ് അവർ തിരിമറി നടത്തിയത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്, ഇപ്പൊ ED കഴിഞ്ഞ ദിവസം പിടിച്ചിരിക്കുന്നത് 60 കോടി രൂപയുടെ തട്ടിപ്പ് അവർ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ആ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. 60 കോടി രൂപയുടെ, കാരണം പ്രാഥമിക കണക്കാണ് ഇത് കേട്ടോ. പ്രാഥമിക കണക്കാണ്. പ്രധാനപ്പെട്ട ഈ നെയ് സപ്ലൈ ചെയ്യുന്ന ചില ഏജൻസികൾ
ഈ ഏജൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പല സംസ്ഥാനങ്ങളിൽ ചേർന്ന് കിടക്കുകയാണ്. തമിഴ്നാടിനുണ്ട്, ആന്ധ്രയിലുണ്ട്, അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ ഏതാണ്ട് ഒരു 15 സംസ്ഥാനങ്ങളിൽ നിന്നാണ് സപ്ലൈ വരുന്നത്. അപ്പൊ തന്നെ ഡിമാൻഡ് ആലോചിച്ച് നോക്കുക. ആന്ധ്ര എന്ന് പറയുന്നത് തന്നെ പാലിന്റെയും നെയ്യുടെയും പ്രധാനപ്പെട്ട ഉത്പാദന സംസ്ഥാനമാണ്. പക്ഷെ അവിടുത്തെ നെയ്യോ ഇതുകൊണ്ട് അവിടെ തികയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് 10-15 സംസ്ഥാനങ്ങളിൽ നിന്ന് കരാറുകാരുണ്ടായി. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തട്ടിപ്പാണ്. ആ തട്ടിപ്പിലെ ഒരു പ്രൈമറി സ്റ്റേജിൽ ഇപ്പൊ കണ്ടെത്തിയിരുന്ന 60 കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനകത്തില് തമിഴ്നാട്ടിലെ ഒരു ഫാം AR എന്ന് പറയുന്ന ഒരു ഫാമാണ് ഏറ്റവും കൂടുതൽ വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഅക്കൗണ്ടഡ്, അതായത് കണക്കിൽ പിന്നെ അധികം കാണിക്കുക, ഇരട്ടിപ്പ് കാണിക്കുക. അപ്പൊ 100 പാക്കറ്റ് മേടിച്ചിട്ട് 500 പാക്കറ്റിന്റെ വില എഴുതി വെക്കുക. അതേപോലെ തന്നെ ഇത്ര കൃത്രിമങ്ങൾ കാണിക്കുക, നെയ്ക്കകത്ത് കൃത്രിമം കാണിക്കുക. നോക്കുക, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ്, അതിനകത്ത് കൃത്രിമം കാണിക്കുക. യാതൊരു മര്യാദയില്ലാത്ത രീതിയിലുള്ള പരിപാടികളാണ് അവന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവരെയൊക്കെയാണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ആളുകളുണ്ട്. ഇതിനകത്തൊരു ബിപിൻ ജെയിന്, അതേപോലെ തന്നെ രാജീവ് രാജശേഖരൻ, മഹീന്ദ്ര, പിന്നെ ശാന്താറാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പല സംസ്ഥാനം, മഹാരാഷ്ട്ര, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ളവരെയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം ഇവന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 60 കോടി രൂപയിൽ 45 കോടി രൂപയെ ഇവന്മാരുടെ റിയൽ എസ്റ്റേറ്റിൽ മുടക്കിയിരിക്കുകയായിരുന്നു. നോക്കണം, ഭഗവാനെ വെട്ടിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഭൂമി കച്ചവടമായിരുന്നു നമ്മുടെ പ്രധാന പരിപാടി. അപ്പൊ അവിടൊക്കെ റെയ്ഡ് നടന്നു. 2022 കേസ് പൊങ്ങി വരുന്നത്. എന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ YS രാജശേഖര റെഡ്ഡിയുടെ മകനായിരുന്ന ജഗൻമോഹൻ റെഡ്ഡിയാണ് അക്കാലത്ത് ആന്ധ്രാപ്രദേശ് ഭരിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പിന്നെ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ്. പേര് കേട്ട റെഡ്ഡി എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ്. രാജശേഖർ റെഡ്ഡി കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡിയാണ് പിന്നെ ആന്ധ്ര 2019 മുതൽ 24 വരെ ആന്ധ്ര ഭരിച്ചിരുന്നത് ജഗൻമോഹൻ റെഡ്ഡി ആയിരുന്നു. ചെറുപ്പക്കാരാണ്, വലിയ പ്രായമൊന്നുമില്ല. പക്ഷെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ പിന്നെ വിശ്വാസികളല്ലാത്ത ആളുകളെ, നമ്മുടെ തമിഴ്നാട്ടിലെ പോലെ തന്നെ DMKയുടെ ഏർപ്പാടാണല്ലോ, വിശ്വാസികളല്ലാത്ത ഒരുപാട് ജീവനക്കാര് ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നമുക്കറിയാലോ 100 കണക്കിന് 1000 ജീവനക്കാരൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടു അനുബന്ധ ജോലികൾക്ക് കൊണ്ട് ധാരാളം സ്റ്റാഫ് ഉണ്ട് അവിടെ. അതിനകത്തിലൊക്കെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസമുള്ളവരെ വേണം. അല്ലാതെ നമ്മുടെ ശബരിമലയിൽ, നമ്മുടെ തിരുവിതാംകൂർ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തൊക്കെ കാണിച്ചു വെച്ചതുപോലെ വിശ്വാസമില്ലാത്തവരെ മന്ത്രിയാക്കുക, അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകളാണല്ലോ കേരളത്തിലും ഉണ്ട്. കേരളത്തിലും അത്തരം പ്രാക്ടീസുകൾ നിലനിൽക്കുന്നുണ്ടല്ലോ. ശബരിമല സന്നിധാനത്ത് ചെന്ന് കഴിഞ്ഞാൽ തൊഴുകയില്ല, കൈകെട്ടി പുറകെ കൈകെട്ടി നീക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകളുണ്ട്. ഇതിന്റെ ഒരു വേറൊരു രൂപമായിരുന്നു ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്നത്. ഇവരുടെയൊക്കെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ വലിയ വിശ്വാസവും കാര്യങ്ങളും ഒന്നുമില്ല. കിട്ടുന്നിടത്തൊന്ന് പൈസ ഉണ്ടാക്കുക, അതായിരുന്നു അവരുടെ നിലപാട്. അപ്പൊ അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആണ് ഈ പറയുന്ന വലിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്. ഇത് അതിന്റെ 1ാം ഘട്ടത്തിലെ അന്വേഷണത്തിൽ കിട്ടിയതാണ്. ഇനിയും വരുന്നുണ്ട്, അന്വേഷണങ്ങൾ വളരെ വിപുലമായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് എത്ര വരുമെന്നതിന്റെ വ്യാപ്തി എത്ര വരുമെന്നുള്ളത് പിന്നീട് പറയാവുന്നതാണ്. ഇപ്പൊ ED ആണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. കാരണം ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് EDയുടെ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പുറത്തു വരാനുള്ള കാരണം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ അടുത്ത കാലത്തുണ്ടായ, കഴിഞ്ഞ വർഷം ഉണ്ടായ ഭരണമാറ്റമാണ്. ഭരണമാറ്റത്തെ തുടർന്നാണ് അവിടെ വീണ്ടും ചന്ദ്രബാബു നായിഡുവിന്റെ ഭരണം തിരിച്ചു വന്നു. ചന്ദ്രബാബു നായിഡു എന്ന് പറഞ്ഞാൽ അറിയാവുന്ന പിന്നെ പഴയ തെലുങ്ക് നടൻ, അദ്ദേഹത്തിന്റെ മരുമകനാണ്. നേരത്തെ തന്നെ അവിടെ നിന്ന് ഭരിച്ചിരുന്നതാണ്. പക്ഷെ അവിടുത്തെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുമെല്ലാം അദ്ദേഹത്തിന് അവിടെ NT രാമറാവിന്റെ മരുമകനാണല്ലോ ചന്ദ്രബാബു നായിഡു. പക്ഷേ രണ്ടാമത് ഇപ്പൊ വീണ്ടും പിന്നെ അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചു വരാൻ പറ്റി. BJPയുടെ സഹായം ഉണ്ട് കേട്ടോ. BJP അവിടെ സഹായിച്ചു. അതേപോലെ തന്നെ BJPയെ ഇപ്പൊ പിന്താങ്ങുന്നതും ചന്ദ്രബാബു നായിഡു ആണ്. പിന്നെ BJP സർക്കാരിന്റെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് അവരെ പിന്താങ്ങുന്ന 2 പ്രധാനപ്പെട്ട കക്ഷികളാണ് ഈ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശവും, അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ബീഹാറിലെ പിന്നെ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു, പിന്നെ ബീഹാറിൽ ഇപ്പൊ രാജ്യസഭയിലേക്ക് വന്നിട്ടുള്ള ജനതാദളിന്റെ നേതാവ് നിതീഷ് കുമാർ ഇവരുടെ 2 പിന്തുണയോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പം പിന്നെ അധികാരത്തിൽ തുടരുന്നത്. അപ്പൊ അങ്ങനെ അത്തരത്തില് ചന്ദ്രബാബു നായിഡു അധികാരത്തിൽ വന്നതിനെ തുടർന്നാണ് ഈ തട്ടിപ്പ് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വളരെ കർശനമായിട്ട് എൻക്വയറിക്ക് ഓർഡർ ഇട്ടു. സ്റ്റേറ്റ് പോലീസിനെ കൊണ്ട് സാധ്യമല്ല എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് EDക്ക് അന്വേഷണം കൊടുത്തു. EDയെ കൊണ്ട് അന്വേഷിച്ചപ്പോഴാണ്
ഇത്ര വലിയ തട്ടിപ്പ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്നു. നോക്കുക, നമ്മളൊക്കെ ഒരു പക്ഷെങ്കില് ആ കാലങ്ങളിലൊക്കെ പോയി മേടിച്ച് കഴിച്ചവർ എന്താണ് ആ ലഡുവിൽ ചേർത്തിരുന്നത് അല്ലേ? നമുക്കൊന്നും അറിയാൻ വയ്യ അല്ലേ? ഇത്തരത്തിലുള്ള മൃഗക്കൊഴുപ്പ് പോലും ചേർന്നിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ക്ഷേത്രത്തിന്റെ പരിശുദ്ധമായിട്ട് കിട്ടുന്ന പ്രസാദം എത്രയോ പവിത്രമായിട്ട്, നമ്മളൊക്കെ തന്നെ അത് വാങ്ങിച്ച് ട്രെയിനിലൊക്കെ ഞങ്ങൾ 2 ദിവസം യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. അത്ര പവിത്രമായിട്ട് അക്കാലങ്ങളിലാണ് ഞങ്ങൾ ഇവിടെ പോയിട്ടുള്ളത്. തിരുപ്പതി പോയിട്ടുള്ളത് ഈ പറയുന്ന 19, 24 ഇടയ്ക്ക് 23-ലാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. ഇത് പറഞ്ഞില്ലേ, ഇതിനൊക്കെ പറഞ്ഞ് ഇത്തരം കൊള്ളകൾ ചെയ്യുന്നതിനൊന്നും ഒരു മടിയില്ലാത്ത കുറച്ച് ആളുകളാണ്. ഇപ്പൊ നമ്മുടെ ശബരിമല ഇപ്പൊ ഇ ഡി അന്വേഷണമാണ് പ്രധാനപ്പെട്ട വിഷയം. സാർ, അപ്പൊ ശരിക്കും മൃഗക്കൊഴുപ്പ് ഉണ്ട് എന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ടോ? എക്സാമിനേഷൻ നടക്കുകയാണ്. എക്സാമിനേഷൻ നടന്നുകൊണ്ടാണ് ഇത് പിന്നെ വ്യാജമാണ്, നെയ്യ് വ്യാജമാണെന്നുള്ളത് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി പറഞ്ഞതുപോലെ ശാസ്ത്രീയ പല റിപ്പോർട്ടുകൾ വരണം. ഇതിന്റെ ശാസ്ത്രീയ അന്വേഷണ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും അവർ അത്ര ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ടാകാം റിപ്പോർട്ടുകൾ. പക്ഷെ അത് പുറത്തുവിടാത്തതിന്റെ കാരണം ഈ പറയുന്നത് പോലെയാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ ഒരുപാട് ഭക്തജനങ്ങളെ വ്രണപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ശബരിമല റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ ഹൈക്കോടതി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. SIT വീണ്ടും അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. നമുക്ക് അവിടുന്ന് മനസ്സിലായിട്ടുണ്ട് ശബരിമല സ്വാമിയുടെ സ്വർണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല അല്ലെ, അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അത് എത്ര കിലോ പോയിട്ടുണ്ട്, അത് എങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് ആദ്യത്തെ ഒരു പരിശോധന നടത്തി, പിന്നെ രണ്ടാമത് വീണ്ടും പരിശോധന ഡൽഹിയിലെ നാഷണൽ ലാബിൽ, അവിടെ ജംഷഡ്പൂരിലെ ലാബിൽ വീണ്ടും പരിശോധന നടത്തുകയാണ്. പരിശോധന നടത്തി ഉറപ്പാക്കുകയാണ് 2-3 തവണ. കാരണം അത് ഭക്തജനങ്ങളുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. അല്ല അതിന്റെ സ്വർണത്തിന്റെ വാല്യൂ കൊണ്ടല്ല ശബരിമലയിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞതുപോലെയാണ് അയ്യപ്പദാസെ. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ വന്നതിന് ശേഷം, ആധികാരികത ഉറപ്പത്തിന് ശേഷമേ അത് പുറത്തുവിടുകയുള്ളൂ. പക്ഷേ വലിയ തട്ടിപ്പ് നടന്നു. 60 കോടി രൂപയുടെ തട്ടിപ്പിന്റെ വിവരമാണ് സാർ വരുന്നത്. 60 കോടി രൂപയുടെ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് വരുന്നതെന്നാണല്ലോ പറയുന്നത്. അത് പ്രാഥമികമാണ്. ഇപ്പോഴ് ED ഈ പറയുന്ന 15 സ്റ്റേറ്റുകളിലെ കുറച്ച് സ്ഥാപനങ്ങളിലാണ്, തമിഴ്നാടും പിന്നെ അതേപോലെ തന്നെ മഹാരാഷ്ട്രയും കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന റെയ്ഡിൽ അവർ ഉത്തരാഖണ്ഡിലെ 1-2 സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അവർ ഡയറി ഫാംസ് ഒക്കെയാണ്. അവരൊക്കെയാണ് സപ്ലൈനകത്ത് മെയിൻ സപ്ലൈസ് ആയിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ പ്രാഥമിക തെളിവുകളാണ്, പ്രാഥമികമായിട്ട് കിട്ടിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരങ്ങളാണ്. അപ്പൊ ഇവരെല്ലാം ഈ പൈസ ഉപയോഗിച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് വൻതോതിൽ ഭൂമി വാങ്ങിച്ചിരിക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട്. പക്ഷെ ഇതിന്റെ വ്യാപ്തി ഒരുപാടുണ്ടെന്നാണ് ED പറയുന്നത്. ED പറയുന്നത് ഇതുകൊണ്ടൊന്നും നിൽക്കത്തില്ല. കാരണം നമുക്കറിയാം അവിടെ എത്രയോ വർഷങ്ങളായിട്ട് ഒരു ദിവസം ചെലവാകുന്ന അവിടുത്തെ ഈ പ്രസാദത്തിന്റെ അളവ് അറിഞ്ഞാൽ തന്നെ നമുക്കിത് മനസ്സിലാകും. വലിയ തട്ടിപ്പാണ്, കോടിക്കണക്കിന് രൂപയുടെ. ഇതിപ്പോ 60-ാമത്തെ ഘട്ടവും നമ്മളത് മനസ്സിലാക്കിയാൽ മതിയായി. ഇനിയും വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ സാന്ദർഭികമായിട്ട് പറഞ്ഞത്. ഇപ്പൊ നമ്മളെ അമ്പലക്കള്ളന്മാരെ കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. ശബരിമലയിൽ നടന്നില്ലേ ഇപ്പദാസ്? ശബരിമലയിൽ നടന്നില്ല ആടിയ ശിഷ്ടം നെയ്യ്, ഭഗവാൻ ആടിയ ശിഷ്ടം പിന്നെ നെയ്യാട്ടം കഴിഞ്ഞ ശേഷം, നെയ്യഭിഷേകം കഴിഞ്ഞ ശേഷം വരുന്ന നെയ്യ്, ആ നെയ്യ് മറിച്ച് വിൽപ്പന. അതിൽ തന്നെ കണ്ടില്ലേ, ഈ കഴിഞ്ഞ സീസണിൽ പോലും അത് ഉണ്ടായി. അതായത് ദേവസ്വത്തിന്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിലാണ് ഏതാണ്ട് ഇപ്പൊ 45 ലക്ഷം 50 ലക്ഷം രൂപയുടെ ആടിയ ശിഷ്ടം നെയ്യ് മറിച്ചു വിട്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. ഒരു ഭയവുമില്ല. ഭഗവാന്റെ സ്വത്തുക്കളും ഈ മാതിരി പൂജാദ്രവ്യങ്ങളും അതേപോലെ തന്നെ പിന്നെ അവിടുത്തെ വിശിഷ്ടങ്ങളായിട്ടുള്ള പ്രസാദവും ഒക്കെ എടുത്ത് മറിച്ച് വിൽപ്പന നടത്തുന്നതിന് ഒരു മടിയുമില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആളുകളാണ്. ഇത്രയും വലിയ അന്വേഷണങ്ങള് വളരെയേറെ അവിടെ സ്പെഷ്യൽ കമ്മീഷൻ അടക്കമുള്ള പോലീസിന്റെ വിജിലൻസ് SP അടക്കമുള്ളവരൊക്കെ പരിശോധിക്കാനിടയിലാണ് ഇപ്പൊ ഈ ഒരു പോറ്റിയെ ഒരാളാണ് പിടിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല, വേറൊരു പോറ്റിയാണ് പിടിച്ചിട്ടിരിക്കുന്നത്. 45 ലക്ഷം രൂപയുടെ ആടിയ ശിഷ്ടം നെയ്യെ രസീതില്ലാതെ മറിച്ചു വിട്ടിരിക്കുകയാണ്. ഇതാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ ശർക്കരയെ കുറിച്ചും പരാതി ഉണ്ടായിരുന്നു. ശബരിമലയിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ അരവണ ഉണ്ടാക്കുന്നതിന് ശർക്കര വേണം, ശർക്കര നന്നായിട്ട് വേണം. അതേപോലെ തന്നെ ഏലക്കായും വേണമായിരുന്നു. ഇത് രണ്ടിനകത്തിലെ തട്ടിപ്പും പരാതിയെ കുറിച്ചൊക്കെ ഈ ദിവസം ഓർമ്മയില്ലേ? മോശമായ ശർക്കര ക്വാളിറ്റി കുറഞ്ഞ, ആരും അവിടെ ക്വാളിറ്റി ചെക്കിംഗ് ഒന്നുമില്ലല്ലോ. അവിടുത്തെ കുറച്ച് ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ തീരുമാനിച്ച ശേഷം വാങ്ങിച്ചെടുക്കുന്നതാണ്. അതിനെക്കുറിച്ച് വലിയ പരാതി ഉണ്ടായി. ഒരിക്കൽ ലോഡ് കണക്കിന് ശർക്കര അവിടെ നശിപ്പിച്ച് കളയേണ്ടി വന്നു. കാരണം ഈ പരാതിയെ തുടർന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ശരിയാണ്,
വളരെ മോശപ്പെട്ട ഒരു നിലവാരമില്ലാത്ത ശർക്കരയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ പരാതിയൊക്കെ തുടർന്ന് ലോഡ് കണക്കിന് ശർക്കരയാണ് ഒരിക്കലും ശബരിമല നശിപ്പിച്ചും കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിന്നെ കുറച്ചൊക്കെ വിജിലന്റ് ആയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിലായിട്ട്. അപ്പൊ ഞാനതാ പറഞ്ഞു വന്നത്, ഈ മാതിരി അമ്പലക്കള്ളന്മാരുടെ ഏർപ്പാടുകളാണ്. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഏതായാലും സാർ, നമ്മൾ തിരുപ്പതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു ചുരുക്കെഴുത്തായിട്ട് ഈ അന്വേഷണം ഇനിയും വിപുലീകരിക്കാൻ സാധ്യതയുണ്ട്, ഇതിന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കാനും സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. ഒന്ന് പറയാമോ സാർ? തീർച്ചയായിട്ടും ചന്ദ്രബാബു നായിഡു തിരുപ്പതി അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം അദ്ദേഹം പറഞ്ഞായിരുന്നല്ലോ, ഭരണത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞ തിരുപ്പതി ക്ഷേത്രത്തില് ആവശ്യമായ എല്ലാ പരിഷ്കാരങ്ങളും ഇപ്പൊ അവിടെ നടക്കുന്ന തട്ടിപ്പും തരികയുടെ എല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ബുക്കിങ്ങിനകത്ത് പ്രശ്നം ഉണ്ടായി. ഇപ്പൊ നമ്മൾ അവിടുത്തെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവന്മാരുടെ ഭാഗത്തുനിന്ന് ചില തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മുമ്പേ കയറ്റി നിർത്തി തൊഴിയിക്കാമെന്നൊക്കെ പറഞ്ഞ് 5000 രൂപയുടെ ടിക്കറ്റ്, 10000 രൂപയുടെ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള തട്ടിപ്പുകളും തരികടയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് ചില വ്യവസ്ഥ ഏർപ്പെടുത്തി. ഇപ്പൊ എനിക്ക് തോന്നുന്നു 65 വയസ്സാണെന്ന് തോന്നുന്നു. 65 വയസ്സുള്ള മുകളിലുള്ള ആളുകളെ സീനിയർ സിറ്റിസൺ ആയിട്ട് പരിഗണിച്ചിട്ട് അവർക്ക് വളരെ വേഗം ദർശനം നടത്തി ഇറങ്ങിപ്പോകാം, തൊഴിൽ മടങ്ങാവുന്ന ഒരു സംവിധാനം. അതൊരു വലിയ പരിഷ്കാരം കേട്ടോ, വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ഇപ്പൊ ഗുരുവായൂരിലില്ല. ഗുരുവായൂർ നേരത്തെ 60 വയസ്സ് ഉള്ളവർക്ക് സീനിയർ സിറ്റിസൺ കിട്ടുമായിരുന്നു. ഇപ്പൊ ഇത് അടുത്ത ഒരു മാസം മുമ്പ് ചെയ്ത് കണ്ടില്ലേ, അത് 70 ആക്കി കളഞ്ഞു. 70 വയസ്സിന് കൂടുതലുള്ളവരെ മാത്രം അവശരായിട്ടുള്ള സീനിയർ സിറ്റിസണായിട്ട് കണക്കാക്കിയാൽ മതി, 60 വയസ്സാക്കണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷെ ചന്ദ്രബാബു നായിഡു അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. 65 വയസ്സാക്കിക്കൊണ്ട് ഇപ്പൊ നമ്മൾ മുതിർന്ന ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, എനിക്കന്ന് ആദ്യത്തെ പ്രാവശ്യം തൊഴാൻ പോലും പറ്റിയില്ല. കാരണം അവിടെ എന്ന് വെച്ചാൽ 8-9 മണിക്കൂറാണ് അവിടെ ക്യൂ നിൽക്കുന്നത്. എന്നിട്ട് പോലും ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞില്ല, സ്പെഷ്യൽ ടിക്കറ്റ് ഇപ്പൊ 300 രൂപയുടെ ഓൺലൈൻ ടിക്കറ്റ് എടുത്തെങ്കിൽ ആ ഡേറ്റ് കിട്ടും നമുക്ക്, അതിനനുസരിച്ച് ചെന്ന് തൊഴാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരം വലിയ പരിഷ്കാരങ്ങൾ തിരുപ്പതി ക്ഷേത്രം നവീകരിക്കുക, അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ലക്ഷ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ED അന്വേഷണം വളരെ സജീവമായിട്ട് വന്നിരിക്കുന്നത്. അവിടെ നടക്കുന്ന തട്ടിപ്പുകൾക്കെല്ലാം അവസാനം കണ്ട ശേഷമേ മാറുകയുള്ളൂ. കാരണം ആ സംസ്ഥാനം ദക്ഷിണേന്ത്യ അറിയപ്പെടുന്നത് തന്നെ തിരുപ്പതി ഭഗവാന്റെ പേരിലാണല്ലോ അറിയപ്പെടുന്നത് തന്നെ. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ പൗരാണികം ചരിത്രപരമായ ഒരുപാട് പാരമ്പര്യമുള്ള ക്ഷേത്രമാണ്. അപ്പൊ അതോടെ നവീകരണം നടക്കും. അതേപോലെ തന്നെ ഈ തട്ടിപ്പുകാരെ എല്ലാം പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. തീർച്ചയായിട്ടും സാർ, ഒരു കാര്യം കൂടെ, ഈ മൃഗക്കൊഴുപ്പ് ചേർന്ന ഈ ഒരു സംഗതി സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ വാർത്തകൾ വരുന്നത് വളരെ ചുരുക്കമാകാനാണ് സാധ്യത അല്ലേ സർ? കാര്യം ആ കാലയളവിൽ ഇത്രയും വലിയ പറ്റിപ്പ് നമ്മുടെ ഭക്തിയെ ശരിക്കും വല്ലാത്ത രീതിയിൽ കെടുത്തിക്കളഞ്ഞ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നില്ലേ? അത് അങ്ങനെ സെൻസർ ചെയ്തേ വരാൻ സാധ്യതയുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞു പോയല്ലോ. 2019-നും 24-നും ഇടയ്ക്കാണ് സംഭവം ഉണ്ടായത്. നമ്മളത് വാങ്ങിച്ചു കഴിച്ചു പോയതായതുകൊണ്ട് പിന്നെ ഇതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കാനായിട്ട് ഒരു പക്ഷേ ദിവസവും ചിലപ്പോൾ തയ്യാറാകുകയില്ല. അതിനകത്ത് ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാകാം, കുറച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ കുറച്ച് പുറത്തു വന്നിട്ടുമുണ്ട്. ഒരു പക്ഷെങ്കിൽ അത് കഴിഞ്ഞു പോയതാണ്, ആർക്കും വലിയ കുഴപ്പങ്ങളോ അത്യാഹിതങ്ങളൊന്നും ഉണ്ടായില്ല എന്നൊക്കെ കൊണ്ട് അത് അതുകൊണ്ടാകാം. പക്ഷെ മൃഗങ്ങളെ പറഞ്ഞു കഴിഞ്ഞാല് അത് നോൺ വെജിറ്റേറിയൻ സാധനങ്ങളാണല്ലോ. മൃഗങ്ങളിൽ നിന്ന് വെട്ടിയെടുക്കുന്ന നെയ്യാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അതൊരിക്കലും ഭക്തജനത്തിന് ഒരാൾക്ക് പിന്നെ പറഞ്ഞില്ല, അവരൊരിക്കലും അത് ചെയ്യത്തില്ല. അങ്ങനെയുള്ള ആളുകളല്ലല്ലോ അവിടെ പോകുന്നത്. ഒരു അമ്പലത്തിലെ പ്രസാദത്തിനകത്തില് മൃഗങ്ങളുടെ പിന്നെ ഇതിനകത്ത് നിന്ന് വരുന്ന നെയ്യ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താ അതിനൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ? നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷെ തീർച്ചയായിട്ടും ഇതിന്റെ അന്വേഷണത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം. ഓക്കെ സാർ, തീർച്ചയായും. താങ്ക് യു.